Hi, welcome to Tattva Students Corner. നമ്മൾ ഇന്ന് ക്ലാസ് 8ൻ്റെ ഫോഴ്സ് ആൻഡ് പ്രഷറിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കവർ ചെയ്ത കുറച്ച് പോർഷൻസ് ഫസ്റ്റ് പാർട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോഴ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചായിരുന്നു. ഇനി അതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷനാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോഴ്സ് എന്ന ടേമിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞ ടേം എടുത്തു. എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞു, ഫോഴ്സിന് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ അതങ്ങ് പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. എന്താ പറഞ്ഞത്? ഫോഴ്സിന് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയാം? എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ? ഈ ടേമാണ് ഓർത്തിരിക്കേണ്ടത്, സ്റ്റേറ്റ് ഓഫ് മോഷൻ. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കേണ്ടത്, ആദ്യത്തെ പാർട്ടിനകത്ത് നമ്മൾ പറഞ്ഞതാണ്, ഒരു ക്രിക്കറ്റ് ബോൾ എടുത്തിട്ട് നമ്മൾ ബാറ്റ് കൊണ്ട് അടിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് വന്നത്. അതായത് സ്പീഡ് കൂടി ബോളിൻ്റെ, പിന്നീട് ബാറ്റ്സ്മാൻ ഏത് ഡയറക്ഷനിലോട്ടാണോ അടിക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് ബോൾ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് ചേഞ്ച് വരുത്താം. ഒന്ന്, സ്പീഡിനെ ചേഞ്ച് വരുത്താം. എന്താണ്? സ്പീഡിനെ സ്ലോ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫാസ്റ്റ് ആക്കാം. അപ്പോൾ സ്പീഡിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. എന്തായിരിക്കും? ഓർ റെസ്റ്റിലോട്ട് കൊണ്ടുവരാം അല്ലേ. അനങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഇനിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാം. ദിശ മാറ്റിവിടാം അല്ലേ. ഡയറക്ഷൻ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എങ്ങോട്ട് പോയിക്കോളും? ആ ഡയറക്ഷനിലോട്ട് പോയിക്കോളും. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് മോഷനെ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ആലോചിക്കുക, സ്റ്റേറ്റ് ഓഫ് മോഷൻ അത് രണ്ട് കാര്യങ്ങൾ വരാം. ഒന്നെന്ന് പറയുന്നത് മൂവ്മെൻറ്റിലിരിക്കുന്നതിനെ നമുക്ക് മോഷൻ്റെ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ റെസ്റ്റിലിരിക്കുന്നതിനെ നമുക്ക് മോഷൻ്റെ സ്റ്റേറ്റ് ആണെന്ന് പറയാം. അപ്പം സ്റ്റേറ്റ് ഓഫ് മോഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? രണ്ട് കാര്യങ്ങൾ ഫോഴ്സിന് ചെയ്യാൻ പറ്റും. ഒന്ന്, സ്പീഡിനെ മാറ്റാൻ പറ്റും, കൂട്ടാം, കുറയ്ക്കാം, അല്ലെങ്കിൽ റെസ്റ്റിലോട്ട് കൊണ്ടുവരാം. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാം. ഡയറക്ഷൻ മാറ്റാനായിട്ടും നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഒരു ബോൾ എടുക്കുക, ആ ബോളിനെ നമ്മളൊരു മേശപ്പുറത്ത് വെച്ചിട്ട് ഉരുട്ടാൻ പോവുകയാണ്. അപ്പോൾ ആ ടേബിളിൻ്റെ മണ്ടയ്ക്ക് ബോൾ വെച്ചു, ബോളിനെ നമ്മളൊന്ന് തള്ളിവിട്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? ബോൾ മൂവ് ചെയ്യും. ആ പോകുന്ന പോക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിൽ സ്പീഡ് കൂടുതലായിരിക്കുമല്ലോ. സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോൾ അതിൻ്റെ നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് നിൽക്കും, സ്ലോ ഡൗൺ ചെയ്തിട്ട് നിൽക്കും. ഇനി ഞാനിങ്ങനെ സ്പീഡിൽ പോകുന്നൊരു ഒബ്ജക്റ്റിന്, അതായത് ആ ബോളിനെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തടഞ്ഞിട്ട് എളുപ്പം കൈ എടുത്തു. എന്ത് സംഭവമായിരിക്കും? പെട്ടെന്ന് എടുത്തതുകൊണ്ട് തന്നെ സ്പീഡിൽ വന്ന ബോൾ ഒന്ന് സ്ലോ ആവുന്നതായിട്ട് കാണാം. ഇനി ഞാൻ കൈ മാറ്റുന്നില്ല, സ്പീഡിൽ ഉരുട്ടിയിട്ടു, പെട്ടെന്ന് ഞാൻ അതിനെ ഹോൾഡ് ചെയ്തു. എന്ത് സംഭവിക്കും? സ്പീഡിൽ പോയ ബോൾ പെട്ടെന്ന് അങ്ങ് റെസ്റ്റിലായിട്ട് മാറും. പിടികിട്ടിയല്ലോ. അപ്പം ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം എന്തൊക്കെ സംഭവിച്ചു? അതായത് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു, അത് റെസ്റ്റിലോട്ടും പോയി. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഓർക്കുക. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം എക്സാമ്പിളായിട്ട് പറയാം. പാർട്ട് 1 വിശദമായിട്ട് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, സ്റ്റേറ്റ് ഓഫ് മോഷനെ നമുക്ക് എപ്പോഴും ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാറ്റാൻ പറ്റത്തില്ല. ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ ഭിത്തിയെ തള്ളുന്നത് ഒരു എക്സാമ്പിൾ. ഞാൻ ഒരു ഫോഴ്സ് ഭിത്തിയിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു, രണ്ട് കൈ കൊണ്ട് മാക്സിമം ഫോഴ്സ് അപ്ലൈ ചെയ്തു. പക്ഷേ എന്ത് പറ്റത്തില്ല? ഭിത്തി മൂവ് ചെയ്യത്തില്ല. എന്താ കാരണം? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വെച്ചിട്ട് ഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു സാധനമല്ലേ, അത് മൂവ് ചെയ്യത്തില്ല. ഇനി ഒരു ഹെവി ബോക്സ് എടുക്കുന്നു, ഹെവി ബോക്സ് എടുത്തിട്ട് നിങ്ങൾ ഒരാൾ തള്ളാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സിറ്റുവേഷൻസിലും സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ആവുമെന്ന് പറയാനും ഒക്കത്തില്ല. അതും ആലോചിച്ച് വെച്ചോണം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഫോഴ്സിൻ്റെ എന്താണ്? ഫോഴ്സ് ക്യാൻ ചേഞ്ച് ഷേപ്പ്. എന്താണ്? ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? ഫോഴ്സിന് പറ്റും. അത് നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് ഒരുപാട് എക്സാമ്പിളുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒറ്റയടിക്ക് ഓർക്കാനായിട്ട് നിങ്ങൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന കാര്യം ആലോചിക്കുക. ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ അതിനകത്തോട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കൊച്ചുരുളയൊക്കെ ആക്കത്തില്ല. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എക്സാമ്പിൾ പറയാം.
നമ്മുടെ സ്പോഞ്ചില്ലേ, സ്പോഞ്ച് എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പം എന്താ സംഭവിക്കുന്നത്, അത് ചെറുതാവുകയും വലുതാവുകയും ചെയ്യും അല്ലേ. ഷ്രിങ്ക് ചെയ്യുന്നതും കാണാം, എക്സ്പാൻഡ് ചെയ്യുന്നതും കാണാം. അതും എന്താണ്, നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോഴാണ് അവിടുത്തെ ഷേപ്പ് ചേഞ്ച് ആയത്. പിന്നെ സ്പ്രിങ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സ്പ്രിങ്ങിൻ്റെ കാര്യത്തിലും എന്താണ്, സ്പ്രിങ് നീളത്തിലിരിക്കുകയാണ്, അതിനെ നമ്മൾ രണ്ട് കൈയിൽ നിന്നും അല്ലെങ്കിൽ ഒരു കൈ കൊണ്ടോ പ്രഷർ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, അത് ചെറുതാവുന്നതും കാണാം, കൈ ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ അതേ സ്റ്റേറ്റിലോട്ട് തിരിച്ചു പോകുന്നതും കാണാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എല്ലാം നിങ്ങൾ ആലോചിക്കുക. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമ്മളൊരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് കാണാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ ഒരു ഒബ്ജക്റ്റിന് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ സ്വന്തമായിട്ട് സാധിക്കത്തില്ല. അപ്പം കനോട്ട് ചേഞ്ച് സ്പീഡ് ഇറ്റ് സെൽഫ്. പിന്നെ വേറെന്താ പറഞ്ഞത്, ഡയറക്ഷനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ നമുക്ക് ചേഞ്ച് ആക്കാൻ ഒക്കത്തില്ല. കനോട്ട് ചേഞ്ച് ഡയറക്ഷൻ ബൈ ഇറ്റ് സെൽഫ്. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, നമുക്ക് ഷേപ്പ് മാറ്റിക്കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പം കനോട്ട് ചേഞ്ച് ഷേപ്പ് ബൈ ഇറ്റ് സെൽഫ്. ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. അപ്പം ആദ്യത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ റെസ്റ്റിലോട്ട് കൊണ്ടുവരാനോ ഒക്കത്തുള്ളൂ. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഷേപ്പ് മാറ്റാനൊക്കത്തുള്ളൂ. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഡയറക്ഷനെയും ചേഞ്ച് ചെയ്യാനൊക്കത്തുള്ളൂ. സെറ്റായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മളുടെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഫോഴ്സ് ഉണ്ടെന്നാണ്, ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ് അടുത്ത നമ്മളുടെ സെക്ഷൻ. അതിനകത്ത് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഫോഴ്സ് ആണുള്ളത്. ഒന്ന് കോണ്ടാക്ട് ഫോഴ്സസ്, സെക്കൻഡ് വൺ നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടാക്ട് ഫോഴ്സിലാണ്. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്, എന്തിനാണ് നമ്മൾ കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്? അതായത് നമ്മൾ പറയത്തില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബന്ധപ്പെടുക അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടച്ച് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടേബിളിൽ ഒരു ബുക്ക് ഇരിക്കുകയാണെന്ന് വെച്ചോ. ആ ബുക്കിനെ ഞാൻ കൈകൊണ്ട് ടച്ച് ചെയ്യാതെ അത് നീങ്ങത്തില്ലല്ലോ. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ ടച്ച് ചെയ്യണം. ഇനി ഒരു ബക്കറ്റ് വെള്ളം പൊക്കിക്കൊണ്ട് നമുക്ക് അപ്പുറത്തോട്ട് വയ്ക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ നോക്കിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറിയിരിക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പോയി അത് ഫോഴ്സ് കൊടുത്ത് അതിനെ ഹോൾഡ് ചെയ്ത് പൊക്കി മാറ്റണം അല്ലേ. ലിഫ്റ്റ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ഒരു ബക്കറ്റ് വെള്ളത്തെ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് മാറ്റാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇവിടേക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എന്തോ ഉണ്ടാകത്തുള്ളൂ, ഒരു സ്ഥാനമാറ്റം മീൻസ് അതിനൊരു പൊസിഷൻ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് ഈസ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഒബ്ജക്ട്സുകൾ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. നമ്മൾ ടച്ച് ചെയ്താൽ മാത്രമേ അവിടെ കോണ്ടാക്ട് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയെന്ന് വിശ്വസിക്കും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോണ്ടാക്ട് ഫോഴ്സിനകത്ത് തന്നെ പ്രധാനപ്പെട്ട 2 ഫോഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് മസ്കുലാർ ഫോഴ്സ്, സെക്കൻഡ് വൺ ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ് മസ്കുലാർ ഫോഴ്സ് എന്ന് പറയാം. അതിന് ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു, ഒരു ബക്കറ്റ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു വെയിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇവിടെ എല്ലാം എന്താ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ ബാഗ് തൂക്കുന്നവരാണെങ്കിൽ ബാഗ് എടുത്ത് നമ്മൾ തോളിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടന്നു പോകുന്നു. ഇവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത്, ഇവിടെ എല്ലാം ഏത് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്കുലാർ ഫോഴ്സാണ് അല്ലേ. നമ്മൾ കൈക്കാണ് ബലം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കൈയുടെ ഇവിടെ എല്ലാം എന്താണുള്ളത്, മസിൽസ് ആണ്. അപ്പം മസിൽസ് അപ്ലൈ ചെയ്യുമ്പം എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അതായത് ദ ഫോഴ്സ് റിസൾട്ടിങ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് മസിൽസ്. ഇതാണ് നമ്മുടെ മസിൽസിൻ്റെ ആക്ഷൻ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ മസ്കുലാർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് എക്സാമ്പിളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അല്ലേ. എന്താണ് കോണ്ടാക്ട് ഫോഴ്സിനകത്ത് രണ്ടാമത്തെ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ ഫ്രിക്ഷൻ ആണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും അതിനകത്ത് പറയുന്നതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിനകത്ത് കയറി നോക്കണം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാം. അപ്പം ഇപ്പോൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരു സർഫസിൽ ഒരസലുണ്ടാകുമ്പം, അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ചെയ്യുമ്പം ഈ മണ്ടയ്ക്കൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് ഓപ്പോസിറ്റായിട്ടൊരു ഫോഴ്സ് ഈ തറ കൊടുക്കും. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഫ്രിക്ഷൻ ഈസ് ദി റെസിസ്റ്റൻസ് ടു മോഷൻ ഓഫ് വൺ ഒബ്ജക്റ്റ് മൂവിങ് റിലേറ്റീവ് ടു അനദർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റേ വീഡിയോ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്.
അപ്പം ഫ്രിക്ഷൻ ആണെങ്കിലും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം, അത് ഡെയിലി ലൈഫിലാണെങ്കിലും പറയാം. അതിന് എക്സാമ്പിൾസ് സഹിതം മറ്റേ വീഡിയോയിലുണ്ട്, കാണുക കേട്ടോ. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് നോൺ കോൺടാക്ട് ഫോഴ്സസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കോൺടാക്ട് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ടച്ച് ചെയ്യുമ്പോഴാണ് രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ ടച്ച് ചെയ്യുമ്പോഴാണല്ലോ കോൺടാക്ട് ഫോഴ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇനി നോൺ കോൺടാക്ട് ഫോഴ്സ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. എന്തായിരുന്നു? ഇവിടെ രണ്ട് ഒബ്ജക്ട്സുകൾ തമ്മിൽ ടച്ച് ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ തന്നെ അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് മാഗ്നറ്റിക് ഫോഴ്സ്, രണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മൂന്ന് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇന്നത്തെ ഫസ്റ്റ് വൺ മാഗ്നറ്റിക്. മാഗ്നറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ ക്ലാസ് 6 പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മളിവിടെ ഒരു ബാർ മാഗ്നറ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നോക്കിക്കോ, ഒരു ബാർ മാഗ്നറ്റ് എടുത്തു. ഇതൊരു ബാർ മാഗ്നറ്റ് ആണെന്ന് വെച്ചു. നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. ഞാൻ വേറൊരു ബാർ മാഗ്നറ്റ് കൂടെ എടുത്തു. ഇതിനും എന്തുണ്ട്? ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചെന്ന് പറഞ്ഞു, എന്താണ്? അൺലൈക്ക് പോൾസ്, അതായത് രണ്ട് ഓപ്പോസിറ്റ് പോൾസ് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ലൈക്ക് പോൾസ് തമ്മിൽ റിപ്പലും ചെയ്യും അല്ലേ. അപ്പോൾ അൺലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ നോർത്തും സൗത്തും കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പം നമുക്കറിയാം എന്താണ്? നമ്മുടെ കൈ ഇങ്ങനെ വലിഞ്ഞിട്ട് തമ്മിൽ മുട്ടാനായിട്ട് ഇവർ തന്നെ ശ്രമിക്കുന്നതായിട്ട് തോന്നും അല്ലേ. അവിടെ ഒരു ഫോഴ്സ് ഓൾറെഡി ഇവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സാണ്? കോണ്ടാക്റ്റ് കൊണ്ടുവന്നിട്ടാണോ? അല്ല, ഇതെന്താണ്? തമ്മിൽ മുട്ടാതെ തന്നെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുള്ളൂ. ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെന്തിന് എക്സാമ്പിളായിട്ട് പറയാം? നോൺ കോണ്ടാക്ട് ഫോഴ്സാണ്. തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിട്ട് അവർ തമ്മിലങ്ങ് ഒട്ടിപ്പിടിക്കും. ഇനി രണ്ടാമത്തേത് എന്താണെന്ന് പറഞ്ഞു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. എന്താണ് ടേം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇവിടെ ശ്രദ്ധിച്ച്, ഈ സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലിരിക്കുക എന്നാ മീനിങ്. എന്താണ്? റെസ്റ്റിലിരിക്കുക. ഇലക്ട്രോൺസ് അതല്ലെങ്കിൽ ചാർജസ് റെസ്റ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത് നമുക്ക് മുന്നോട്ട് ഒരുപാട് വേണ്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറയാം, നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്ന് കേട്ടിട്ടില്ലേ? വീട്ടിലൊക്കെ കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജസ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചെയ്യുകയാണ്, മൂവ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? ചാർജ് സ്റ്റാറ്റിക് ആയിട്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അവിടോട്ട് നമ്മളൊരു ചീപ്പ് കൊണ്ടുവന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഉരസിയിട്ട് കുറച്ച് ബിറ്റ് ഓഫ് പേപ്പേഴ്സ് നമ്മളിങ്ങനെ കീറിയിട്ടിരിക്കാം, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇടുക. എന്നിട്ട് ഈ കുറേ നേരം ഉരസി കഴിഞ്ഞിട്ട് ഈ ചീപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പേപ്പറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നൊന്ന് വെച്ച് നോക്കാം. മുട്ടിക്കാൻ പാടില്ല, അടുത്തോട്ടൊന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി. വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് കാണാം? ഈ ചീപ്പിനകത്തോട്ട് ഈ പേപ്പർ കഷ്ണം അട്രാക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈ ഹെയറിനകത്തോട്ട് നമ്മൾ ഈ ചീപ്പ് കൊണ്ട് ഇങ്ങനെ ഉരസിയപ്പം ചീപ്പിന് എന്ത് കിട്ടി? ചാർജ് കിട്ടി. എന്ത് ചാർജാണ് കിട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റാറ്റിക് ചാർജാണ്, മൂവ് ചെയ്യുന്ന ചാർജ് അല്ല. അവിടെ സ്റ്റാറ്റിക് റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് അവിടെ ഉണ്ടായി. ആ ചാർജ് ചെയ്ത ചീപ്പിനെ നമ്മൾ പേപ്പർ ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പം എന്ത് പറ്റി? ചാർജ് ചെയ്ത ബോഡി ഇതിനെ അട്രാക്റ്റ് ചെയ്തു. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, സ്ട്രോയുടെ കാര്യം. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അത് കമൻറ്റ് ബോക്സിലിടുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂട്ടൻ്റെ ആപ്പിൾ താഴോട്ട് വീഴുന്ന എക്സാമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്? ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ മുകളിൽ നിന്ന് കൈവിട്ട് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതങ്ങ് താഴോട്ട് വീഴും അല്ലേ. അപ്പം എന്താണ്? എർത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് എല്ലാ ഒബ്ജക്ട്സിനെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം താഴോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പേന താഴോട്ട് ഇട്ടപ്പോൾ താഴോട്ട് പോകാനുള്ളൊരു ടെൻഡൻസിയാണ് ഇതിനുള്ളത് അല്ലേ. അപ്പം എർത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പേനയും എർത്തും തമ്മിലിപ്പോൾ കോണ്ടാക്റ്റിലാണോ? പേന എവിടെ ഇരിക്കുന്നത്? എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, എർത്തിനകത്ത് തൊട്ടിട്ടില്ലല്ലോ. എന്നിട്ട് പോലും ഞാൻ താഴോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈ പേനയെ താഴോട്ട് വലിക്കും. അപ്പോൾ ഇവിടെയും എന്താണ്? കോണ്ടാക്റ്റ് ഒന്നുമില്ല, പക്ഷേ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പൈപ്പൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് വെള്ളം എന്താ ചെയ്യുന്നത്? പൈപ്പ് അങ്ങോട്ട് തുറക്കുന്ന സമയത്ത് പൈപ്പ് വെള്ളം താഴോട്ട് അങ്ങ് പോകും അല്ലേ. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ്. എന്തിൻ്റെ? ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം ഓർക്കേണ്ടത്, യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സും, അതായത് എർത്ത് മാത്രമല്ല അട്രാക്റ്റ് ചെയ്യുന്നത്, ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആണ് അല്ലേ. എല്ലാ ഒബ്ജക്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ
നോൺ കോണ്ടാക്ട് ഫോഴ്സസിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ്? മാഗ്നറ്റിക് ഫോഴ്സ്, രണ്ടാമതെന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ, സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജുകൾ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ, അതായത് ഒരു എർത്ത് അട്രാക്റ്റ് ചെയ്ത് താഴോട്ട് വലിക്കുന്നുണ്ട് ഒരു എല്ലാ ഒബ്ജക്ട്സിനെയും, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനകത്ത് പറഞ്ഞത്. അപ്പം ഈ 3 ഫോഴ്സസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി നിർത്തുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രഷറാണ് തുടങ്ങാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടതാണ്, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.